ഹായ്, ഞാനിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായി മട്ടൻ വേവിച്ചെടുക്കാം. അതിലോട്ട് കുരുമുളകും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും ഇത്രയും ഇട്ട് ഒരു 4-5 വിസിൽ വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതും, പിന്നെ 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ 3 ഏലക്ക. എന്നിട്ട് നമ്മൾ ഒരു 2 സവാള വറുത്തതാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതാണ് ഈ കളറിലിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് സവാള അരിഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് അങ്ങനെ ചേർക്കാം. വറുത്തെടുത്തിട്ട് അത് ചേർക്കാം. അതാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോകും, കുറച്ച് റോസ്റ്റ് ചെയ്താൽ മതി. തീ സിമ്മിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല മഷിപ്പിൽ അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആ പാൻ തന്നെ വെക്കാം. പാനിലോട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മട്ടൻ അതിലോട്ട് ചേർത്തിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന അരപ്പും ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഇട്ടതിന് ശേഷം അവസാനം മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. ചപ്പാത്തി, നാൻ, പെറോട്ട ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊന്നും തരാനൊന്നും മറക്കരുത്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ മട്ടൻ കറി ഉണ്ടാക്കാം. വെറൈറ്റിയാണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.